പണ്ടത്തെ കാലത്ത് മെഷീനുകളെല്ലാം വലിയ മെഷീനറീസെല്ലാം വരുന്നതിന് മുന്നേ തന്നെ ഈ വലിയ ഭാരമേറിയ സാധനങ്ങളുമെല്ലാം വലിച്ചു കൊണ്ടുവരുവാനും എടുത്തുകൊണ്ടുവരുവാനും മനുഷ്യർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ആനകളെയാണ് അല്ലേ? ഗവൺമെൻറ്റും ആനകളെ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അവർ വനത്തിൽ നിന്നുമാണ് ഇങ്ങനെയുള്ള ആനകളെ പിടികൂടുന്നത്. വനത്തിൽ നിന്നും ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരുന്ന ആനകളെ നമുക്ക് ഡയറക്റ്റ് ഈ ജോലികൾ ചെയ്യുവാൻ വേണ്ടി പറഞ്ഞുവിടാൻ കഴിയില്ലല്ലോ. അങ്ങനെയുള്ളപ്പോഴാണ് ഗവൺമെൻറ് തന്നെ ആനത്താവളങ്ങൾ എന്ന ആനകളെ ടേം ചെയ്യുന്ന പരിശീലനം ലഭിച്ച ആനപ്പാപ്പാന്മാരും ആനകളുമുള്ള താവളങ്ങൾ സൃഷ്ടിച്ചത്. വനത്തിൽ നിന്നും ആനകളെ രണ്ട് രീതിയിലാണ് അക്കാലത്ത് പിടിച്ചുകൊണ്ടിരുന്നത്: ഒറ്റയ്ക്കും കൂട്ടമായും. ഒറ്റയ്ക്കാണെങ്കിൽ അതിനുപയോഗിച്ചിരുന്നത് വാരിക്കുഴികളാണ്. വാരിക്കുഴികളിൽ അകപ്പെടുന്ന ആനകളെ മറ്റാനകളുടെ സഹായത്തോടെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് അവയ്ക്ക് ട്രെയിനിങ് കൊടുത്ത് ഈ ജോലികളെല്ലാം ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. പിന്നെയുള്ളത് ആനകളെ വനത്തിൽ കണ്ടെത്തി ഗദ്ദ എന്ന സംവിധാനമൊരുക്കി അതിലേക്ക് കൂട്ടമായി കൊണ്ടുവന്ന് പിടിക്കുക എന്നതാണ്. ഇതിനു മുന്നേയുള്ള നമ്മുടെ പല കഥകളിലും ഗദ്ദ എന്താണെന്ന് വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എക്സ്പീരിയൻസായ ആനപ്പാപ്പാമാരുടെയും ആനകളുടെയും കൂട്ടം വനത്തിൽ ആനക്കൂട്ടത്തെ കണ്ടെത്തുന്നു. ഈ ആനക്കൂട്ടത്തെ ഗദ്ദ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഭയപ്പെടുത്തി ചെണ്ടകൊട്ടിയും പെരുമ്പറകളും മറ്റും മുഴക്കിയും ഈ സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നു. വലിയ തടികൾ കൊണ്ട് നിർമ്മിച്ച വലിയ ഒരു കൂടാണ് ഈ ഗദ്ദ എന്ന് പറയുന്നത്. അതിനുറപ്പുള്ള വലിയ വാതുകളും മറ്റുമെല്ലാം ഉണ്ട്. അത് ഒരു കെണിയാണെന്ന് മനസ്സിലാക്കാതിരിക്കുവാൻ വേണ്ടി ഇലകൾ കൊണ്ടെല്ലാം മറച്ചു വെച്ച നിലയിലായിരിക്കാം അതിലേക്കുള്ള പാസേജും മറ്റും. ആനകളെ അതിനകത്തേക്ക് ഓടിച്ച് കയറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ വലിയ വാതിൽ അടയും. പിന്നീട് അതിനുള്ളിലേക്ക് ട്രെയിനിങ് ലഭിച്ച ആനകളെയും ആനപ്പാപ്പാന്മാരെയും കൊണ്ടുപോയി ലക്ഷണമൊത്ത കൊമ്പന്മാരെയും മറ്റും തരംതിരിച്ച് പിടിച്ചു കൊണ്ടുവരിക എന്നതാണ് പിന്നീട് ചെയ്യുക. മിരിങ്ങാത്തവയെ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തും. ഇങ്ങനെയായിരുന്നു ഗദ്ദ എന്ന സംവിധാനം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. നമ്മളിന്ന് പറയുവാൻ പോകുന്നത് ഇതുവരെ പറഞ്ഞ കഥകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ആനയുടെ കഥയാണ്. ഈ ആന സാമാന്യം വലിപ്പമുള്ള ലക്ഷണമൊത്ത ഒരു കൊമ്പൻ തന്നെയാണ്. എന്നാൽ ഗദ്ദ എന്ന സംവിധാനത്തിലേക്ക് ആനകളെ വിരട്ടിക്കൂട്ടത്തോടെ കൊണ്ടുപോയപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെട്ട് വനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകുകയും പിന്നീട് ആ ഗദ്ദ എന്ന സംവിധാനത്തിൻ്റെ അരികിലേക്ക് വരികയും പ്രതികാരം ചെയ്യുന്നതുമായ ഒരാനയുടെ കഥയാണ് നമ്മളിന്ന് പറയുവാൻ പോകുന്നത്. എന്നാൽ നമുക്കൊരിക്കലും വന്യമൃഗത്തിൻ്റെ പക്ഷത്തു നിന്നും സംസാരിക്കുവാൻ കഴിയില്ലല്ലോ. കാരണം നമ്മൾ മനുഷ്യരല്ലേ. ദ ഡേഞ്ചറസ് ഗെയിമിൽ പറയുന്നത് പോലെ തന്നെ നമുക്ക് പറയാം, ഈ ലോകത്ത് രണ്ട് കൂട്ടരാണുള്ളത്. ഒന്ന് വേട്ടക്കാരും ഇരകളും. അതിൽ നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത് വേട്ടക്കാരനാവണോ അതോ ഇരയാവണോ എന്ന്. അത് പറഞ്ഞിട്ട് നമുക്ക് ഈ കഥ തുടങ്ങാം. നമ്മളിന്ന് പറയുവാൻ പോകുന്നത് ഒരു ആനവേട്ടയുടെ കഥയാണ്. ഹോഗൻ സ്മിത്തിൻ്റെ ഒരു വേട്ടക്കഥയിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഇതുവരെ കേട്ട കഥയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും ഈ കഥ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. കഥയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ കഥകൾ കേൾക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാ ഞായറാഴ്ചയും നമ്മൾ കൃത്യം 7:30 അല്ലെങ്കിൽ 8 മണിക്കോ ആണ് നമ്മുടെ ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കഥകൾ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുവാനും മറക്കല്ലേ. നിങ്ങൾ നൽകുന്ന കമൻറ്റുകളാണ്, ലൈക്കുകളാണ് എനിക്ക് പുതിയ കഥകൾ ചെയ്യുവാനുള്ള പ്രചോദനം നൽകുന്നത്. അതുകൊണ്ട് അത് തുടരുക. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ കഥകളിലൂടെ. കനത്ത മഴയുടെ ശബ്ദം, മണ്ണെണ്ണ വിളക്കിൻ്റെ നേർത്ത വെളിച്ചം, മരക്കസേരകൾ അനങ്ങുന്ന ശബ്ദവും അവിടെ അങ്ങനെ കേൾക്കാമായിരുന്നു. വർഷം 1922. മദ്രാശി പ്രസിഡന്റിക്ക് കീഴിലുള്ള മുതുമലയിലെ ഇടതൂർന്ന കാടുകൾ. ഇന്ത്യ അക്കാലത്ത് ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ.
കാടിൻ്റെ നടുവിലുള്ള സാൽമരങ്ങൾ കൊണ്ട് തീർത്ത ഫോറസ്റ്റ് ഓഫീസ് ബംഗ്ലാവിൽ ഒരു ഗൂഢാലോചന നടക്കുകയാണ്. മേശപ്പുറത്ത് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ മേശപ്പുറത്തുമേൽ വിരിച്ചിരിക്കുന്ന കൈകൊണ്ട് വരച്ച ഒരു ഭൂപടമുണ്ട്. മുതുമല വനത്തിൻ്റെ ഒരു ഭൂപടമായിരുന്നു അത് അവിടെ നിവർത്തി വെച്ചിരിക്കുന്നു. ബ്രിട്ടീഷ് ഫോറസ്റ്റ് കൺസർവേറ്റീവ് മിസ്റ്റർ ഹെൻറി വിൽസൺ തൻ്റെ പൈപ്പ് പുകച്ചുകൊണ്ട് അതിന്മേൽ നോക്കി നിൽക്കുകയാണ്. ഒപ്പം തദ്ദേശീയരായ ലേബർ സപ്ലയർ രാമനും പിന്നെ ആനകളെ കെണിയിലാക്കാൻ കാട്ടുനായന്മാരെ നയിക്കുന്ന പ്രായം ചെന്ന മൂപ്പനും, അദ്ദേഹത്തിൻ്റെ പേര് വെളിയനെന്നാണ്. പിന്നെ ഉണ്ടായിരുന്നത് വിൽസൺ എന്ന ഒരാളാണ്. ബ്രിട്ടീഷ് ചുവയുള്ള തമിഴ് സംസാരിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഭൂപടത്തിലേക്ക് വിരൽ ചൂണ്ടി അയാൾ പറഞ്ഞു, ബോംബെ ബർമ ട്രേഡിംഗ് കോർപ്പറേഷൻ മലബാറിലെ തേക്കുകൾ വെട്ടിമാറ്റാൻ അടിയന്തരമായി 30 വലിയ ആനകൾ വേണമെന്ന് പറഞ്ഞു. റെയിൽവേ പാളങ്ങളുടെയും പണി നടക്കുകയാണ്. തേക്ക് തടികളും മറ്റും വെട്ടിയെടുത്ത് പുഴയിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാനും അവറ്റകളെ ആവശ്യമുണ്ട്. ഇത്തവണ ഒരു വിട്ടുവീഴ്ചയും ഞാൻ കാണിക്കുകയില്ല കേട്ടോ, രാമൻ പറഞ്ഞു. അയാൾ പറയുമ്പോൾ അയാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദൊരേ, കാട്ടാനകളെ ഒന്നിച്ച് പിടികൂടുക അത്ര എളുപ്പമല്ല. കാടിൻ്റെ വടക്കേ അതിർത്തിയിൽ വന്യമായ വലിയൊരു കൂട്ടമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആളുകൾ പറഞ്ഞിട്ടുമുണ്ട്. നമ്മുടെ ട്രാക്കർമാർ അവയെ ട്രാക്ക് ചെയ്തിട്ടുമുണ്ട്. അവറ്റകളെ കെണിയിലാക്കാൻ നമുക്ക് ഒരു ഗദ്ദ തന്നെ ഒഴിക്കേണ്ടതുണ്ട്. കുഴികൾ വെട്ടി കോട്ട കെട്ടി ആനകളെ ഭയപ്പെടുത്തി അതിലേക്ക് ഓടിച്ചുകൊണ്ട് വരണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അതിൽ 100 കണക്കിന് ആളുകൾ മാസങ്ങളോളം അധ്വാനിച്ചെങ്കിൽ മാത്രമാണ് സാർ അതവിടെ നിർമ്മിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. ഇത് കേട്ടതും മൂപ്പൻ പറഞ്ഞു. അയാൾ ഭയത്തോടെ തല താഴ്ത്തിയിട്ടാണ് പറയുന്നത്, ദൊരേ, ആ കൂട്ടത്തിൻ്റെ അധിപതി ഒരു കരിങ്കൊമ്പനാണ്, കാടിൻ്റെ കാവൽക്കാരനാണ്. അവനെ നോവിച്ചാൽ കാട്ടിൽ ചോര ഒഴുകുമെന്നാണ് പറയാറുള്ളത്. ഞങ്ങൾക്ക് ഭയമാണ്. ഇത് കേട്ടതും വിൽസൺ സാഹിബ് ഒന്ന് ചിരിച്ചു. അയാൾ അയാളുടെ കൈവശമുണ്ടായിരുന്ന ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചടിച്ചു. വീണ്ടും അയാൾ ചിരിച്ചു. നിന്റെ കാട്ടുദൈവങ്ങളെല്ലാം എൻ്റെ ഈ വെടിയുണ്ടയ്ക്ക് മുന്നിൽ വെറും കളിമണ്ണ് പാവകളാണ്. എങ്ങനെയെന്നോ എന്തെന്നോ എനിക്കറിയേണ്ട ആവശ്യമില്ല. ഒക്ടോബറിലെ മഴ അവസാനിക്കുന്നതിന് മുമ്പ് ഗദ്ദയുടെ പണി തീർന്നിരിക്കണം. ഒരു വലിയ ആനക്കൂട്ടം മുഴുവനായി എനിക്ക് വേണം. അതിനുള്ള പണികൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അയാൾ അവർക്ക് ആജ്ഞാപനം നൽകി. അങ്ങനെ ആ കാട്ടിൽ ഗദ്ദയുടെ പണി തകൃതിയായി നടക്കുകയാണ്. കാട് വെട്ടിത്തെളിക്കുന്ന ശബ്ദം, കോടാലി മരത്തിൽ ആഞ്ഞടിക്കുന്ന ഒച്ച, ആനച്ചൂരുള്ള വന്യമായ കാറ്റിൻ്റെ ഇരമ്പൽ, മനുഷ്യരുടെ കഠിനമായ കൂക്കുവിളികൾ, ഇതെല്ലാം അവിടെ അങ്ങനെ മുഴങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം മുതൽ മുതുമലക്കാട് മനുഷ്യൻ്റെ ക്രൂരമായ ബുദ്ധിക്ക് മുന്നിൽ കീഴ്പ്പെടാൻ തുടങ്ങി. രാമൻ കൊണ്ടുവന്ന 500-ലധികം തദ്ദേശികരായ തൊഴിലാളികൾ കാടിൻ്റെ ഹൃദയം വെട്ടിപ്പിളർന്നു. ആനകൾ സ്ഥിരമായി വെള്ളം കുടിക്കുവാൻ പോകുന്ന നദീതീരത്തുള്ള ആനത്താര, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അത് ലക്ഷ്യമാക്കിയാണ് അവർ കെണി ഒരുക്കിയതും. രാമൻപിള്ള അവരോട് പറഞ്ഞു, വേഗമാകട്ടെ. എല്ലാ കുഴിയുടെ ആഴം 12 അടിക്ക് മേലെ ഉണ്ടായിരിക്കണം. ചുറ്റും വല്ല വീതിയേറിയ നല്ല ബലമുള്ള തടികൾ കൊണ്ട് വേണം വേലികൾ നിർമ്മിക്കുവാൻ. കോട്ടവാതിൽ പോലെയായിരിക്കണം അതിൻ്റെ ഉറപ്പ്. അയാൾ ഇങ്ങനെ ഓരോ ഉത്തരവുകൾ അവർക്ക് നൽകിക്കൊണ്ടിരുന്നു. ആ കാടിൻ്റെ ഹൃദയഭാഗത്ത് അവർ നിർമ്മിച്ചു കൊണ്ടിരുന്നത് ഒരു ഭീകരമായ ചതിക്കുഴിയായിരുന്നു. വലിയ തേക്കിൻ തടികൾ വടങ്ങൾ കൊണ്ട് കൂട്ടിക്കെട്ടി കോട്ടമതിൽ പണിഞ്ഞു. അതിൻ്റെ പ്രവേശന കവാടത്തിൽ ഭാരമേറിയ ഈട്ടിമരപ്പലകകൾ വടങ്ങളിൽ തൂക്കി നിർത്തി. ആനകൾ കൂട്ടത്തോടെ അകത്തേക്ക് കയറിയാൽ ഉടനെ മുകളിൽ നിന്നും കയറ് വിട്ടാൽ ആ വാതിൽ താഴേക്ക് പതിക്കും. പിന്നീട് അകത്തേക്കുള്ള മൃഗങ്ങൾക്ക് പുറത്തേക്ക് കടക്കാൻ ഒരു വഴിയും ഉണ്ടാകില്ല. കാടിൻ്റെ ഹൃദയഭാഗത്ത് നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടാതിരിക്കുവാനും മൃഗങ്ങൾക്ക് അതൊരു കെണിയാണെന്ന് മനസ്സിലാക്കാതിരിക്കുവാനും വേണ്ടി ഇലകൾ കൊണ്ടും മണ്ണുകൾ കൊണ്ടും അത് മൂടാൻ ശ്രമിച്ചു. ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു മനുഷ്യ നിർമ്മിതിയാണെന്ന് തോന്നാത്ത രീതിയിൽ ആ ഗദ്ദയെ അവർ മാറ്റിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഗദ്ദയുടെ പണി പൂർത്തിയായിരിക്കുന്നു. ഇനിയും വേണ്ടത് ആനയെ ട്രാക്ക് ചെയ്ത് ആനക്കൂട്ടത്തിൻ്റെ അരികിലേക്ക് പോകണം. അതിനെ വളഞ്ഞു വെച്ച്
ഗദ്ദ സ്ഥാപിച്ചിരിക്കുന്ന ദിശയിലേക്ക് അല്ലെങ്കിൽ ഗദ്ദയുടെ വഴിയിലേക്ക് അവയെ ഭയപ്പെടുത്തി ഓടിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി ധാരാളം ആളുകളാണ് അണിനിരന്നത്. എക്സ്പീരിയൻസ് ആയ ധാരാളം കുങ്കിയാനകളെയും അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടു. അങ്ങനെ പെരുമ്പറകളും ചെണ്ടകളും തീപ്പന്തങ്ങളും ഉപയോഗിച്ച് അവയുടെ അരികിലേക്ക് ആ രാത്രിയിൽ അവർ പോകുവാൻ തീരുമാനിച്ചു. അന്ന് പുലർച്ചെ തുടങ്ങിയ മഴയാണ്. സന്ധ്യയായിട്ടും അത് അവസാനിച്ചിരുന്നില്ല. എങ്കിലും രാത്രിയാകാൻ തുടങ്ങിയതോടെ മഴ ഒരുവിധം അവസാനിച്ചു. മഴ അവസാനിച്ചതോടെ വനത്തിൻ്റെ അരികിൽ ക്യാമ്പിൽ നിന്നിരുന്ന ആളുകൾ അവരുടെ പദ്ധതി പ്രകാരം ആനയെ ട്രാക്ക് ചെയ്ത ദിശയിലേക്ക് സഞ്ചരിച്ചു. ആനക്കൂട്ടങ്ങൾ ഇപ്പോൾ ഏത് ദിശയിലാണ് നിൽക്കുന്നതെന്നും അവ എവിടെയാണെന്നും ഇപ്പോൾ ആ സംഘത്തിന് കൃത്യമായി തന്നെ അറിയാം. അങ്ങനെ രാമൻ്റെ നേതൃത്വത്തിൽ അവർ അവിടേക്ക് സഞ്ചരിച്ചു. മണിക്കൂറുകൾ കൊണ്ട് തന്നെ ആനക്കൂട്ടത്തിൻ്റെ ലൊക്കേഷൻ അവർ മനസ്സിലാക്കുകയും കാറ്റിൻ്റെ ദിശയിൽ ആനകൾക്ക് യാതൊരു സംശയം തോന്നാത്ത രീതിയിലും അവർ, അതായത് ഗദ്ദയുടെ വിപരീത ദിശയിൽ നിന്നും ആനകളെ വിറപ്പിക്കുവാനും പേടിപ്പിക്കുവാനും അവർ തീരുമാനിച്ചു. റാ ഷേപ്പിലാണ് ഇപ്പോൾ വനത്തിൽ ആളുകൾ അണിനിരന്ന് നിൽക്കുന്നത്. രാമൻ അവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകി. അതിൻ പ്രകാരം മൂപ്പൻ്റെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ തീപ്പന്തങ്ങൾ കൊളുത്തി ആദ്യ സിഗ്നൽ നൽകി. അവർ ഉച്ചത്തിൽ അലറി. പെരുമ്പറകൾ അവിടെ മുഴങ്ങി. രാത്രിയിലെ നിശബ്ദതയിൽ അത്രയധികം ശാന്തമായി കിടന്നിരുന്ന ആ വനമുണ്ടല്ലോ, വളരെ വേഗം ഉണർന്നു. തീപ്പന്തത്തിൻ്റെ പ്രകാശവും പെരുമ്പറയുടെ മുഴക്കവും ആ കാടിനെ കൂട്ടത്തോടെ ഇളക്കി. വന്യമൃഗങ്ങൾ ഉച്ചകെട്ട് നിലവിളിച്ചുകൊണ്ട് 4 പാട് മൂടി. അപ്പോഴേക്കും റൈഡർമാർ അവരുടെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവർ പെരുമ്പറകൾ മുഴക്കി മുന്നിലേക്ക് നടന്നു. മരങ്ങളിലും മറ്റും വലിയ കമ്പുകൾ കൊണ്ടടിച്ച് വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കി. നിലത്ത് ചവിട്ടിയും കല്ലുകൾ വലിച്ചെറിഞ്ഞും പടക്കങ്ങൾ പൊട്ടിച്ചും അവർ ആ കാടിനെ ഒരു പ്രകമ്പന ഭൂമിയാക്കി മാറ്റി, അല്ലെങ്കിൽ ഒരു പോർക്കളമാക്കി മാറ്റി. കൂട്ടമായി നിന്ന ആനകൾ ഉറപ്പായും ഭയന്ന് കാണണമല്ലോ. വലിയ തീപ്പന്തങ്ങളും ശബ്ദവും കേൾക്കുന്ന ദിശയിലേക്ക് പോകാതെ അതിൻ്റെ വിപരീത ദിശയിലേക്ക് ആനകൾ കൂട്ടത്തോടെ ചിഹ്നം വിളിച്ച് ആശങ്കകുലരായി ഓടുവാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ 2-3 കുട്ടിയാനകൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വെറും കുട്ടിയാനകൾ. തള്ളയുടെ കാലിൻ്റെ അടിയിൽ മാത്രം കിടന്ന ശീലമുള്ള ആ കുട്ടിയാനകളും ഒപ്പം ഓടുവാൻ തുടങ്ങി. ആ റൈഡർ സംഘം മരങ്ങളിലും മറ്റും അടിച്ച് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി അവർ മുന്നിലേക്ക് റൈഡ് ചെയ്ത് നീങ്ങി. 2-3 ദിവസമായി നല്ല മഴയുള്ള അന്തരീക്ഷമായിരുന്നുവെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ. കാട്ടിൽ പലയിടത്തും ചതുപ്പും ചതിക്കുഴികളുമുണ്ട്. അങ്ങനെ ആനകൾ മുന്നിലേക്ക് നീങ്ങുന്നതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടിയാന അവിടെ ഉണ്ടായിരുന്ന ചതിപ്പിലേക്ക് വീണു. അത് അവിടെ കിടന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. പക്ഷേ റൈഡർമാരുടെ മുന്നേറ്റം കാരണം ബാക്കി ആനകൾ ഭയന്ന് മുന്നിലേക്ക് തന്നെ ഓടി. എന്നാൽ നമ്മുടെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കൊമ്പനാനയുണ്ടായിരുന്നു. കരിവീരൻ എന്നാണ് ആ കൊമ്പനാനയെ അവിടുത്തെ ആളുകൾ വിളിക്കുന്നത്. അതിൻ്റെ കൊമ്പിൻ്റെ വലിപ്പവും അസാമാന്യ നീളവും അതിൻ്റെ വലിപ്പവുമാണ് അതിനെ ആ കൂട്ടത്തിൽ നിന്നും വ്യത്യസ്തനാക്കി നിർത്തുന്നത്. അത് തിരിയുകയും ആ കുഞ്ഞിനെ രക്ഷിക്കുവാൻ വേണ്ടി ചതുപ്പിൻ്റെ അരികിലേക്ക് ഓടുകയും ചെയ്തു. അതായത് റൈഡർ സംഘം റൈഡ് ചെയ്തു വരുന്നതിൻ്റെ ആ ദിശയിലേക്ക്. ഉച്ചത്തിലുള്ള പെരുമ്പറകൾ മുഴക്കവും തീപ്പന്തങ്ങളുടെയും വെളിച്ചവും അതിൻ്റെ നേരെ അടുത്തു വന്നതോടെ അതിന് അവിടെ നിൽക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല. ചതുപ്പിലേക്ക് താന്നുകൊണ്ടിരുന്ന ആ കുട്ടിയാനെ രക്ഷിക്കുവാൻ ആനയ്ക്ക് കഴിഞ്ഞില്ല. അപ്പോഴേക്കും എവിടെ നിന്നെല്ലാം വലിയ പടക്കങ്ങളും വലിയ സ്ഫോടന ശബ്ദങ്ങളും കേൾക്കുവാൻ തുടങ്ങി. ഭയന്ന് വിറച്ച് ആ വലിയ കൊമ്പനുണ്ടല്ലോ മറ്റൊരു ദിശയിലേക്ക് ഓടി. അതായത് ഇപ്പോൾ മറ്റേ കൂട്ടം ആനകൾ ഓടുന്ന ദിശയിലേക്കല്ല, അവിടെ നിന്നും വ്യതിചലിച്ച് ഇടതുവശത്തേക്ക് അല്ലെങ്കിൽ വലതുവശത്തേക്കോ ആയിരിക്കണം ആന അവിടെ നിന്നും ആ ഇരുട്ടിൽ ഓടി മറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന ആ വലിയ മരങ്ങൾക്കിടയിലൂടെ ആ വനത്തിൻ്റെ ആഴങ്ങളിലേക്ക്. തൻ്റെ കൂട്ടാളികൾ എവിടേക്കാണ് പോയിരിക്കുക എന്ന് ഒരു പക്ഷേ അവൻ അറിഞ്ഞു കാണില്ല. കാട്ടിലെ ആരവങ്ങൾ നിർത്തിയില്ല. ആനകൾ ഭയന്ന് ആ ഗദ്ദയുടെ ഭാഗത്തേക്ക് ലക്ഷ്യമാക്കി ഓടുവാൻ തുടങ്ങി. അങ്ങനെ ഗദ്ദയുടെ കവാടത്തിനുള്ളിലൂടെ ആനകളെല്ലാം ആ വലിയ വട്ടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഗദ്ദയ്ക്ക് 2 അറകളാണുള്ളത്, വലിയ വട്ടവും ചെറിയ വട്ടവും. അവസാനത്തെ ആനയും ആ വാതിൽപ്പടി കടന്നതോടെ ഗദ്ദയുടെ വാതിൽ ഉയർത്തിക്കെട്ടിയിരിക്കുന്ന ആ വലിയ വടമുണ്ടല്ലോ അത് അഴിച്ചുവിട്ടു. വലിയ ശബ്ദത്തോടെ അത് നിലത്തേക്ക് വന്ന് വീണു. ഇനിയും അതിനുള്ളിൽ പ്രവേശിച്ച ആനകൾക്ക് പുറത്തേക്ക് പോകുവാൻ സാധിക്കുകയില്ല. അല്പസമയത്തിന് ശേഷമാണ് ആനകളെല്ലാം ആ ട്രാപ്പിൽ പെട്ടുപോയ കാര്യം അവർ തന്നെ അറിഞ്ഞത്.
അതിനുള്ളിൽ പിന്നെ ഉയർന്നു കേട്ടത് ഉച്ചത്തിലുള്ള നിലവിളികളും ആ വലിയ മതിൽക്കെട്ടുകളുണ്ടല്ലോ, തടി കൊണ്ട് നിർമ്മിച്ച ആ വലിയ കൂറ്റൻ മതിലുകൾ, അത് തള്ളി നീക്കുവാനുള്ള ശ്രമങ്ങളുമാണ്. ഏകദേശം 30-35ഓളം വരുന്ന ആനകളുണ്ടായിരുന്നു ആ വലിയ കൂട്ടത്തിൽ. അവയെല്ലാം ഇപ്പോൾ ആ വലിയ ഗദ്ദയ്ക്കുള്ളിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഗദ്ദയ്ക്കുള്ളിലേക്ക് ആന പ്രവേശിച്ചു കഴിഞ്ഞ് കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 2-3 മണിക്കൂറുകൾ കഴിഞ്ഞു കാണും. വിൽസൺ ഗദ്ദയുടെ സമീപത്തേക്കെത്തി. രാത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു തീപ്പന്തമുണ്ടായിരുന്നു. അദ്ദേഹം ഗദ്ദയ്ക്ക് സമീപമുണ്ടായിരുന്ന ആളുകൾക്ക് ഇരിക്കുവാൻ വേണ്ടി കെട്ടിയിരുന്ന ആ വലിയ ആ തൂണുകൾക്ക് മുകളിലേക്ക്, അതായത് സ്റ്റെപ്പ് പോലെ കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് അദ്ദേഹം കയറി ഗദ്ദയ്ക്കുള്ളിലേക്ക് നോക്കി. അതിലെ കാഴ്ച കണ്ടതും അദ്ദേഹത്തിന് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത സന്തോഷമായി. രാമനെയും അതുപോലെ ആ മൂപ്പനുണ്ടല്ലോ അദ്ദേഹത്തെയും അയാൾ വാനോളം പുകഴ്ത്തി. അയാൾക്ക് സന്തോഷം കൊണ്ട് നിൽക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവർക്ക് രണ്ടുപേർക്കും അയാൾ ധാരാളം സമ്മാനങ്ങൾ നൽകി. അതിനുശേഷം ഈ ഗദ്ദയും മറ്റു കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്ന വനപാലകരെ ഏൽപ്പിക്കുവാനും പറഞ്ഞു. എങ്കിലും ആ മൂപ്പനും രാമുവും അവിടെ തന്നെ ഉണ്ടാകണമെന്നും ആ വിൽസൺ പറഞ്ഞു. അതിനുശേഷം സന്തോഷത്തോടെ തന്നെ അയാൾ തിരികെ ബംഗ്ലാവിലേക്ക് മടങ്ങി. സംഭവം നടന്ന് ഏകദേശം 2 ദിവസങ്ങൾക്കപ്പുറമാണ് ഇനിയും യഥാർത്ഥ കഥ തുടങ്ങുവാൻ പോകുന്നത്. ഗദ്ദയിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ആനകളെ മാത്രമല്ല എന്നും അതിൻ്റെ കൂടെ മരണവും അവർ അവിടേക്ക് എത്തിച്ചു എന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് 2 ദിവസങ്ങളെടുത്തു. ആനകളുടെ ഒച്ചയ്ക്ക് പുറമെ രാത്രിയിലെ ചീവീൽഡുകളുടെ അസഹനീയമായ ശബ്ദവും നേർത്ത മണ്ണെണ്ണ വെളിച്ചൻ്റെ വെളിച്ചവും വനപാലകരുടെ ക്യാമ്പിലെ തടിയുടെ ആ മേശയുണ്ടല്ലോ അതിന്മേൽ ചായ ഗ്ലാസ് വയ്ക്കുന്ന ഒച്ചയും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ആ ശബ്ദത്തെയെല്ലാം മറികടന്നുകൊണ്ട് മറ്റൊരു ശക്തമായ ഒരു വന്യമൃഗത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശബ്ദവും കൂടി അവിടെ പിന്നീട് ഉയരുകയായിരുന്നു. ഗദ്ദ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2 ദിവസങ്ങൾ പിന്നിട്ടു. ഗദ്ദയ്ക്കുള്ളിൽ പിടിക്കപ്പെട്ട അല്ലെങ്കിൽ അകപ്പെട്ട ആനകളെ മെരിക്കുവാനുള്ള ശക്തമായ ചർച്ചയിലായിരുന്നു വനംവകുപ്പ്. കാടിൻ്റെ ഉൾപ്രദേശത്തുള്ള താൽക്കാലിക കാവൽപ്പുരയിൽ അന്ന് രാത്രിയിൽ 2 തദ്ദേശീയരായ കാവൽക്കാർ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു, കുപ്പനും മണിയും. പുറത്ത് കനത്ത മൂടൽമഞ്ഞായിരുന്നു. കുപ്പൻ തീ കായുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കുപ്പൻ പറഞ്ഞു, നിനക്കെന്താ ഒരു പേടി പോലെ? ആ ചതുപ്പിൽ താഴ്ന്നു പോയ കുട്ടിയാനയുടെ നിലവിളി ഇപ്പോഴും നിന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടോ? ആ വലിയ കൊമ്പൻ എങ്ങോട്ടാണ് ഓടിപ്പോയത്? ഇവയെല്ലാമാണ് മണി എൻ്റെ മനസ്സിലിപ്പോൾ വരുന്നത്. എനിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല. മണി ബീഡി കത്തിച്ചുകൊണ്ട് അയാൾ വലിക്കുകയായിരുന്നു. നീ വെറുതെ ഇതൊന്നും ആലോചിച്ച് പേടിക്കണ്ട കുപ്പ. ദൊരയില്ലേ നമ്മുടെ കൂടെ കാവലായി? അദ്ദേഹത്തിൻ്റെ കയ്യിലെ റൈഫിളുകളുടെ കളക്ഷൻ നിങ്ങളും കൂടെ കണ്ടതല്ലേ? പെട്ടെന്ന് കാവൽപ്പുരയുടെ തടിവാതിലുകൾ മുകളിലേക്ക് കനത്ത ഒരു ഭാരം വന്ന് ഇടിക്കുന്ന പോലെ തോന്നി. വലിയൊരു ശബ്ദമായിരുന്നു അത്. തടിപ്പെട്ടികൾ ആടി ഉലയുവാനും ഇളകുവാനും തുടങ്ങി. മണി പറഞ്ഞുകൊണ്ടിരുന്ന ആ വാചകമുണ്ടല്ലോ, അത് പൂർത്തീകരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാടിൻ്റെ ഇരുളിൽ ഒളിച്ചിരുന്ന ആ കരിങ്കൊമ്പൻ മനുഷ്യൻ്റെ ഗന്ധം പിടിച്ച് ക്യാമ്പ് ലക്ഷ്യമാക്കി വന്നിരുന്നതായിരുന്നു. വെറുമൊരു മൃഗഗർജനമായിരുന്നില്ല അവിടെ ഉയർന്നു കേട്ടത്. അത് ആളുകളെ കൊല്ലുവാനുള്ള കലിയും അവൻ്റെ ഉള്ളിലെ പകയുമായിരുന്നു. അവൻ്റെ കൂട്ടാളികളെ പിടിച്ചുകൊണ്ടു പോയ ആളുകളോടുള്ള പക. കുപ്പ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ അതവിടെ സംഭവിച്ചു. കാവൽപ്പുരയുടെ വാതിൽ തകർത്ത് ഉള്ളിലേക്ക് നീണ്ടു വന്ന അവൻ്റെ കറുത്ത പാമ്പ് പോലെ നീളമുള്ള ആ തുമ്പിക്കൈ കൊണ്ട് കുപ്പൻ്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു. അവനെ വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി. പിന്നെ അവിടെ ഉയർന്നു കേട്ടത് അവൻ്റെ നിലവിളിയായിരുന്നു. പെട്ടെന്ന് കൊടുന്നനെ ഒരു ശബ്ദവും ആ നിലവിളിയും നിലച്ചു. കുപ്പ കാവൽപ്പുരയ്ക്ക് ഒരു മൂലയിൽ ഒതുങ്ങി ഭയത്തോടെ ഇരുന്നു. അവൻ ശ്വസിക്കുവാൻ പോലും മറന്നുപോയി. അവനാകെ പേടിച്ചുപോയി. അവൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അങ്ങനെ നേരം പുലരുവോളം ആ ഇരിപ്പ് അങ്ങനെ തന്നെ അവൻ നിന്നു. പുറത്തുനിന്നും ഉച്ചത്തിലുള്ള ബഹളങ്ങളും നിലവിളിയും കേട്ടുകൊണ്ടാണ് കുപ്പ പിന്നീട് പുറത്തേക്ക് ചെല്ലുന്നത്. അവന് മാനസിക നില തെറ്റിയ അവസ്ഥയിലായിരുന്നു. പിച്ചും പെയ്യും പറയുന്നുണ്ടായിരുന്നു. എന്താണ് രാത്രിയിൽ സംഭവിച്ചതെന്ന് പലരും അവനോട് ചോദിച്ചെങ്കിലും അവന് യാതൊന്നിനും ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. അധികം ആലോചിക്കാതെ തന്നെ കുപ്പയെ അവിടെ നിന്നും വൈദ്യസഹായം നൽകുവാൻ വേണ്ടി കൊണ്ടുപോയി. പുറത്തെ കാഴ്ച അതിദയനീയമായിരുന്നു. ചിതറി മണ്ണോട് മണ്ണ് ചേർന്ന് കിടക്കുന്ന കുറച്ച് മാംസകഷ്ണങ്ങൾ മാത്രമായിരുന്നു അവിടെ അവശേഷിച്ചിരുന്നത്.
ആരുടെ ശരീരമാണെന്നോ ആരാണ് ഈ ചത്ത് കിടക്കുന്നതെന്നോ കണ്ടാൽ തിരിച്ചറിയുവാൻ കഴിയാത്ത രീതിയിൽ ആ ശരീരം അത്രയും വികൃതമാക്കി കിടന്നിരുന്നു. അവിടെ നിൽക്കുന്നവരുടെ നാസികളിലേക്ക് അടിച്ചുകൊണ്ടിരുന്നത് ചോരയുടെ രൂക്ഷമായ ഗന്ധമായിരുന്നു. പിന്നെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ആനയുടെ മറ്റൊരു ആക്രമണം അവിടെ അരങ്ങേറുന്നത്. ആ കരിങ്കൊമ്പൻ പിന്നെ കൊന്നത് ആരെയാണെന്നറിയാമോ? ആ ഗദ്ദയിലേക്ക് ആനകളെ ഓടിച്ചു കൊണ്ടുപോകുവാൻ മുൻകൈയിട്ട ഒരാളുണ്ടല്ലോ, രാമൻ എന്ന് പറയുന്നത്. അയാളെ ആയിരുന്നു പിന്നീട് ആ കൊമ്പൻ കൊലപ്പെടുത്തിയത്. അതെന്തിനാണെന്നറിയാം. ആനകൾ വരണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, ഒരു കുട്ടിയാന കാലുവഴുതി ചതുപ്പിലേക്ക് വീണുവെന്ന്. കരിങ്കൊമ്പൻ അതിനെ രക്ഷിക്കുവാൻ പോയപ്പോൾ ആളുകൾ ഭയപ്പെടുത്തി ഓടിച്ചുവെന്ന്. ഈ കുട്ടിയാനയുണ്ടല്ലോ, തൻ്റെ തള്ളയാനയുടെ കാലുകൾ പിന്തുടർന്നുകൊണ്ട് അത് അവരുടെ പുറകിൽ ഓടുകയായിരുന്നു. പെട്ടെന്നായിരുന്നു എവിടെ നിന്നോ ഒരു സ്ഫോടന ശബ്ദം കേട്ടത്. ആ കുട്ടിയാന ഒന്ന് പേടിച്ചു, വിറച്ചു, തൻ്റെ പാതയിൽ നിന്നും വ്യതിചലിച്ചു. അവൻ വന്ന് വീണത് ആ ചതുപ്പിലേക്കാണ്. ആനത്താരയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ചതുപ്പിലേക്ക്. ചതുപ്പിൽ താന്നുകൊണ്ടിരുന്ന കുട്ടിയാനെ രക്ഷിക്കുവാൻ വന്ന ആ കരിങ്കൊമ്പിന് നേരെയും രാമു തന്നെ ആയിരുന്നു ഒരു വെടിമരുന്ന് പ്രയോഗം നടത്തിയത്. അതുകൊണ്ടാണ് അവൻ്റെ മുഖവും അവൻ്റെ സ്വഭാവവും അവൻ്റെ ഗന്ധവും കരിങ്കൊമ്പൻ മറക്കാഞ്ഞത്. അവനെ തേടി നടന്ന് കൊല്ലുവാൻ വേണ്ടി പോയത്. അങ്ങനെ ഒരു ദിവസം നമ്മൾ മുന്നേ പറഞ്ഞ ആ ഗദ്ധയുണ്ടല്ലോ, ഗദ്ധ, ആ ഗദ്ധയിൽ ഇപ്പോഴും ആനകളെ തളച്ചിട്ടിരിക്കുകയാണ്. കുറച്ച് ആനകളെ അവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോയി. എങ്കിലും കുറച്ച് ആനകൾ വലിയ വട്ടത്തിലും ചെറിയ വട്ടത്തിലുമായി കിടക്കുകയാണ്. അതിലെ പല കൊമ്പന്മാരും ക്രോധം കൊണ്ട് ജ്വലിച്ച് നിൽക്കുകയാണ്. പലരെയും അവിടെ ഉണ്ടായിരുന്ന വലിയ മരങ്ങളിലേക്ക് ആളുകൾ കുങ്കിയാനകളുടെ സഹായത്തോടെ തളയ്ക്കുവാനും തുടങ്ങി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗദ്ദയുടെ അരികിൽ ഒരു ദിവസം രാത്രിയിൽ നമ്മുടെ കരിങ്കൊമ്പൻ എത്തിയിരുന്നു. ആനയുടെ ചൂരും മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഗദ്ദയ്ക്കുള്ളിൽ കിടന്ന ആനകളെല്ലാം ഒരുമിച്ച് അലറുവാനും ചിഹ്നം വിളിക്കുവാനും എല്ലാം തുടങ്ങിയത്. ശബ്ദം കേട്ടാണ് ടെൻറ്റിൽ കിടന്നുറങ്ങിയിരുന്ന രാമൻ എണ്ണീറ്റത്. എന്താണെന്നറിയുവാൻ വേണ്ടി അയാൾ കയ്യിലുണ്ടായിരുന്നൊരു തീപ്പന്തം കത്തിച്ചു പിടിച്ചുകൊണ്ട് ആ ഗദ്ദയുടെ വാതിലിൻ്റെ അരികിലേക്ക് എത്തി. ഒരു നിമിഷം അയാൾ ഭയന്നത് ഗദ്ദയുടെ വാതിൽ തകർന്നു പോയി എന്നാണ്. എന്നാൽ ഗദ്ദയുടെ വാതിൽ ഉറച്ച ഇരുമ്പ് കോട്ട പോലെ തന്നെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളൊന്ന് നെടുവീർപ്പ് വിട്ടു. അതിനുശേഷം അയാൾ അവിടെ നിന്നും വീണ്ടും തിരികെ തൻ്റെ ടെൻറ്റിലേക്ക് നടന്നു തുടങ്ങി. അപ്പോഴാണ് തന്നെ ഇരുട്ടിലിരുന്നു കൊണ്ട് ആരോ ശ്രദ്ധിക്കുന്നത് പോലെ അയാൾക്ക് തോന്നിയത്. പെട്ടെന്ന് അയാൾ നിൽക്കുകയും ആ ഇരുട്ടിൻ്റെ സ്ഥലത്തേക്ക്, അതായത് ഇരുട്ടിൻ്റെ ആ ദിശയിലേക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന തീപ്പന്തം ഒന്ന് വീശുകയും അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയും ചെയ്തു. എന്നാൽ ആ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുവാനുള്ള ഒരു പവറുണ്ടല്ലോ, ആ പവർ ആ തീപ്പന്തത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇരുട്ടിൻ്റെ മറവിൽ ആ നിഴൽ അവിടെ മറഞ്ഞിരിക്കുകയായിരുന്നു. കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നു. തന്നെ ആരോ പിന്തുടർന്ന് വരുന്നത് പോലെ തന്നെ രാമനു തോന്നിക്കാണണം. അയാൾ വീണ്ടും കുറച്ച് മുന്നിലേക്ക് നടന്ന് അവിടെ നിന്നു. വീണ്ടും ഭയന്ന് തൻ്റെ തീപ്പന്തം വീശിക്കൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. തന്നിൽ നിന്നും ഏകദേശം 15 അടിയോളം അകലത്തിലായി ആ കരിങ്കൊമ്പൻ നിൽക്കുന്നു. അവൻ്റെ കൊമ്പിൻ്റെ നീളം എത്രയാണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതാണ്ട് ഏകദേശം 9 അടിയിൽ കൂടുതൽ വലിപ്പം വരും. കൊമ്പ് കുലുക്കി ഒന്ന് ഉച്ചത്തിൽ ചിഹ്നം വിളിച്ചുകൊണ്ട് രാമുവിന് നേരെ അവൻ ഓടി വന്നു. അയാൾക്ക് എന്ത് ചെയ്യാനാകും? അയാൾക്ക് ഏകദേശം ഒരു മധ്യവയസ്കനാണ്. ഓടുന്നതിന് പരിധിയുണ്ട്. തൻ്റെ കൂടെ കൂട്ടാളികളോ അല്ലെങ്കിൽ കയ്യിൽ സ്ഫോടന വസ്തുക്കളോ ആയുധങ്ങളോ ഒന്നുമില്ല. ഓടാനെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നേക്കാൾ മുന്നേ ആന ഓടിയെത്തും. തൻ്റെ മരണം അടുത്തുവെന്നും മരണത്തിന് വിധേയനാകുക എന്നതും മാത്രം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നും അയാൾ അപ്പോൾ മനസ്സിലാക്കി. അയാളൊന്ന് അനങ്ങുക പോലും ചെയ്യാതെ അവിടെ അങ്ങനെ നിന്നു. കരിങ്കൊമ്പൻ ചിഹ്നം വിളിച്ചുകൊണ്ട് അയാൾക്ക് നേരെ ഓടി വന്നു. ഒരു തവളയുടെ പുറത്തേക്ക് വലിയൊരു പാറക്കല്ല് വന്ന് വീഴുന്നത് പോലെ അയാളുടെ തലയുടെ മുകളിലേക്ക് അവൻ്റെ തുമ്പിക്കൈ വന്നടിച്ചു. ഒറ്റ അടിയിൽ തന്നെ അയാൾ നിലം പതിച്ചു. അവൻ്റെ മുൻകാലുകൾ കൊണ്ട് അയാളെ മണ്ണോട് ചവിട്ടി ചേർത്തു. അയാളുടെ ഒരു നിലവിളി പോലും അവിടെ ഉയർന്നില്ല. ധീരനായ അയാൾ ആ ആനയുടെ കാലിൻ്റെ അടിയിൽ ചതഞ്ഞു മരിച്ചു. ആ കുട്ടിയാനയുടെ മരണത്തിന് അവനൊരു പക്ഷേ പ്രതികാരം ചെയ്തതായിരിക്കാം. ശാന്തമായി വനത്തിലൂടെ നടന്ന് നീങ്ങിയിരുന്ന തൻ്റെ കൂട്ടത്തെ ഗദ്ദയിലേക്ക് കൊണ്ടുവന്ന് ട്രാപ്പ് ചെയ്തതിൻ്റെ പ്രതികാരവുമായിരിക്കാം ഇത്.
പിന്നീട് കുറേ സമയം ആ ഗദ്ദയ്ക്ക് ചുറ്റും അവൻ നടക്കുകയും ഉച്ചത്തിൽ ചിഹ്നം വിളിക്കുകയും എല്ലാം ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാർക്ക് കാര്യം മനസ്സിലായെങ്കിലും അവർ പുറത്തേക്ക് വരുവാനോ അവനെ ശല്യം ചെയ്യുവാനോ തയ്യാറായില്ല. അവർക്ക് അനുവദിച്ചു കൊടുത്തിരുന്ന അവരുടെ ആ ടെൻ്റുണ്ടല്ലോ, അതിൻ്റെ ഒരു മൂലയ്ക്ക് അവർ ശ്വാസം പോലും വിടാൻ കഴിയാതെ അവർ ഒതുങ്ങിക്കൂടി. ആനയുടെ ചൂര് കൂടുന്നതനുസരിച്ച് അവരുടെ ഹൃദയമിടിപ്പും കൂടിക്കൊണ്ടേയിരുന്നു. നേരം പുലരുവോളം ആനയുടെ ചൂര് അവർക്കരികിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് അതിലെ ഒരു കാവൽക്കാരൻ പറയുന്നുണ്ട്. ഭയം കാരണം അവൻ പുറത്തേക്ക് ഇറങ്ങിയില്ല. അവൻ്റെ കൈവശം നല്ലൊരു തോക്കുണ്ടായിട്ടും അവൻ എന്തുകൊണ്ടാണ് ആ ആനയെ വെടിവെക്കുവാൻ ഇറങ്ങാത്തതെന്ന് അവൻ രാവിലെ ചോദിച്ചവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ കൈവശം റൈഫിലുള്ളത് ശരിയാണ്, ഒരു പക്ഷേ ഞാൻ പുറത്തിറങ്ങി അവന് നേരെ ഉന്നം വെച്ച് വെടിവെക്കുമ്പോൾ അവൻ വീണില്ല എങ്കിൽ ഉറപ്പായും ഞാൻ മരിക്കും. എന്നാൽ ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടും. ഇതുകൊണ്ടാണ് അവൻ്റെ കയ്യിൽ റൈഫിൾ ഉണ്ടായിട്ടും അവൻ പുറത്തിറങ്ങി ആനയെ വെടിവെക്കുന്നത്. ഇനിയും അടുത്തതായി ആന ലക്ഷ്യം വെക്കാൻ പോകുന്നത് ആരെയാണെന്ന് നല്ലപോലെ മനസ്സിലായതുകൊണ്ടായിരിക്കാം ആ മൂപ്പൻ തൻ്റെ ഗ്രാമത്തിലേക്ക് അവിടെ നിന്നും മടങ്ങിപ്പോയത്. പിറ്റേന്ന് രാത്രി മുതൽ ഗദ്ദയ്ക്ക് കാവൽ നിൽക്കുവാൻ എല്ലാവരും ഭയന്നു. കാവൽക്കാരും വരില്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരുന്നു. അവർക്കും എല്ലാം ഭയമായിരുന്നു. തദ്ദേശികരായ ആളുകൾ അവിടെ നിന്നും ഭയന്ന് അവരുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങി. വിവരമറിഞ്ഞ് വിൽസൺ സംഭവം നടന്ന സ്ഥലത്തേക്കെത്തി. നമ്മൾ മുന്നേ പറഞ്ഞില്ലേ, ഒരു ബ്രിട്ടീഷുകാരൻ, തമിഴ് കലർന്ന ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരു ബ്രിട്ടീഷുകാരനെ പറ്റി. അയാൾ സംഭവം നടന്ന സ്ഥലത്തേക്കെത്തി. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് അയാൾ അമ്പരന്ന് നിന്നുപോയി. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്ന രാമൻ, അയാൾ മരിച്ചിരിക്കുന്നു. ആന അയാളെ ചവിട്ടിക്കൊന്നിരിക്കുന്നു. 2 ദിവസം മുന്നേ തൻ്റെ സെക്യൂരിറ്റി ഗാർഡുകളിൽ ഒരാളെയും കൊന്നിരിക്കുന്നു. ഇതിനാൽ തന്നെ ആരും ഇനിയും കാവൽ നിൽക്കുവാനോ ഇനിയും ഇവിടേക്ക് വരുവാനോ തയ്യാറല്ല. തൻ്റെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്ന ആനകളെ പിടിക്കുവാൻ സഹായിച്ചിരുന്ന മൂപ്പൻ തൻ്റെ ഗ്രാമത്തിലേക്ക് ഭയന്ന് ഓടിയിരിക്കുന്നു. പേടിത്തൊണ്ടന്മാർ. ഈ ആനയെ കൊല്ലേണ്ടതിൻ്റെ അത്യാവശ്യത അയാൾക്ക് മനസ്സിലായി. വിൽസൺ തൻ്റെ സുഹൃത്തായ ജോൺ ഹോഗനെ വിളിച്ചു. അയാൾക്ക് ഒരു കത്തയച്ചു. എത്രയും വേഗം ഇവിടേക്ക് വരണമെന്നും ഇവിടെ ഉള്ള ഒരു ആനയെ കൊല്ലണമെന്നും മാത്രമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. അത് 2 പേരെ കൊന്നു എന്നും എൻ്റെ സാമ്രാജ്യം തകർക്കുവാൻ ശ്രമിക്കുകയാണെന്നും ആ കത്തിൽ വ്യക്തമായി എഴുതി. നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല എന്നുകൂടി അയാൾ അതിനോട് കൂട്ടിച്ചേർത്തു. കത്ത് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ജോർജ് ഹോഗൻസ് തിരിച്ചു. ഈ സമയം ജോർജ് ഹോഗൻസ് ഉണ്ടായിരുന്നത് ഊട്ടിയിലെ തൻ്റെ വസതിയിലായിരുന്നു. അവിടെ നിന്നും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട .450 ഒരു റൈഫിലും എടുത്തുകൊണ്ട് അയാൾ നമ്മൾ മുന്നേ പറഞ്ഞ ആ സ്ഥലത്തേക്ക് എത്തി. അതായത് നമ്മൾ മുന്നേ പറഞ്ഞില്ലേ ഫോറസ്റ്റ് ബംഗ്ലാവിനെ പറ്റി, ഒരു ചെറിയ ഫോറസ്റ്റ് ബംഗ്ലാവ് ഉണ്ടെന്ന്, അതായത് വിൽസൺ നിൽക്കുന്ന അവിടേക്ക് എത്തി. വിൽസൺ ബംഗ്ലാവിൽ തന്നെ ഉണ്ടായിരുന്നു. തൻ്റെ പൈപ്പിൽ നിന്നും അയാൾ പുക വലിച്ചു വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് വിൽസണൊപ്പം തന്നെ ആ ബംഗ്ലാവിൽ തന്നെയാണ്. കാരണം തൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് ജോർജ് ഹോഗൻ. നടന്ന കാര്യങ്ങളെല്ലാം ജോർജ് ഹോഗനോട് വിൽസൺ പറഞ്ഞു. എങ്ങനെയാണ് ആന കൊലപാതകയായി മാറിയെന്നും എത്ര പേരെ ഇതിനോടകം കൊന്നു എന്നും എങ്ങനെയൊക്കെ കൊന്നു എന്നും പറഞ്ഞു. മൂപ്പൻ ഭയന്ന് തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയെന്നും അയാൾ പറഞ്ഞു. ട്രാക്കന്മാരെ ഇനിയും കിട്ടുക എന്നത് അത്ര എളുപ്പമല്ല, അതുകൂടി വിൽസൺ കൂട്ടിച്ചേർത്തു. നേരം പുലർന്ന കഴിഞ്ഞ ഉടനെ തന്നെ ഹോഗൻസ് സംഭവം നടന്ന സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു. ആദ്യം പോയത് ആ കാവൽക്കാരനെ കൊന്നില്ലേ അവിടേക്കായിരുന്നു. രണ്ടാമത് പോയത് ഗദ്ദയുടെ അരികിലേക്കും മറ്റേ ആ രാമനെ കൊന്നില്ലേ അവിടേക്കും. സംഭവം നടന്ന സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു. തനിക്ക് വേണ്ട വിവരങ്ങളും മറ്റും അവിടെ നിന്നും ശേഖരിച്ചു. ആന അവിടെ അവശേഷിപ്പിച്ച് വെച്ചു പോയ അവൻ്റെ കാലടയാളങ്ങൾ അത് കൃത്യമായി ഹോഗൻസ് നിരീക്ഷിക്കുകയും തനിക്ക് വേണ്ട വിവരങ്ങൾ അതിൽ നിന്നും ശേഖരിക്കുകയും ചെയ്തു. പിന്നെ മറ്റാളുകൾ പറഞ്ഞത് പ്രകാരം ആനയെപ്പറ്റിയുള്ള വലിപ്പവും അവൻ്റെ സ്വഭാവങ്ങളും എല്ലാം അവർക്ക് മനസ്സിലായിരിക്കുന്നു. അതിനെ പിടിക്കുവാൻ വനത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ പലരും അവരോട് പറഞ്ഞതാണ്. അവിടെ ഒരു കരിങ്കൊമ്പനുണ്ട് എന്നും അത് അത്രയ്ക്ക് നല്ല സ്വഭാവമുള്ള ആനയല്ല എന്നും ഇതെല്ലാം മുൻകൂട്ടി തന്നെ അവർ പറഞ്ഞതാണെന്നും പറഞ്ഞു. അത് കേട്ടപ്പം വിൽസൺ ചിരിച്ചതാണെന്നും അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു. ദൊരയ്ക്ക് ഇതിലൊന്നും ഒരു വിശ്വാസവുമില്ലായിരുന്നു.
ദോരയുടെ കൈവശം ഉണ്ടായിരുന്ന ആ തോക്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് വിശ്വാസം. ഇതുകൂടി അവിടുത്തെ ആളുകൾ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇതെല്ലാം പറയുമ്പോൾ ദോര അവിടെ ഉണ്ടായിരുന്നില്ല. അതായത് വിൽസൺ അവിടെ ഉണ്ടായിരുന്നില്ല. വിൽസൺ തൻ്റെ ഫോറസ്റ്റ് ബംഗ്ലാവിൽ തന്നെയായിരുന്നു. സെറ്റിൽമെൻറ്റ്, അതായത് ഇനി ഫോറസ്റ്റ് ബംഗ്ലാവിൽ താമസിച്ചിട്ട് കാര്യമില്ലെന്ന് ജോർജ് ഹോഗൻസിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകൾക്കൊപ്പം ആ സെറ്റിൽമെൻറ്റിൽ തന്നെ താമസിക്കാമെന്ന് അയാൾ തീരുമാനിച്ചു. അങ്ങനെ തനിക്കായി ഒരു ടെൻറ്റ് കൂടി അവിടെ ഒരുങ്ങി. അദ്ദേഹത്തിൻ്റെ ആ ടെൻറ്റ് നിൽക്കുന്ന ഭാഗത്ത് നിന്നും നോക്കിക്കഴിഞ്ഞാൽ ഗദ്ദ വളരെ കൃത്യമായി കാണാൻ കഴിയും. അത്രയും അടുത്താണ് അയാളിപ്പോൾ നിൽക്കുന്നത്. എന്നാൽ ഗദ്ദയിൽ കിടക്കുന്ന ആനകളിപ്പോൾ ശാന്തമാണ്. ആവശ്യമില്ലാതെ ഇപ്പോൾ ആനകൾ ചിഹ്നം വിളിക്കാറില്ല. ഗദ്ദയുടെ ഭിത്തികൾ അത് തകർക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നില്ല. അവ ഇപ്പോൾ അനങ്ങാതെ അവരുടേതായ സ്ഥലങ്ങളിൽ നിൽക്കുകയാണ്. കാരണം അവർക്കറിയാം തങ്ങളെ തിരഞ്ഞ് അവൻ വന്നിരിക്കുന്നുവെന്ന്. എങ്ങനെയും അവൻ തങ്ങളെ അവിടെ നിന്നും രക്ഷിക്കുമെന്നും അവർ ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ മനുഷ്യരെ കൊല്ലാൻ തുടങ്ങിയതോടെ ജോർജ് ഹോഗൻസിന് ആനയെ കൊല്ലുകയല്ലാതെ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. വിൽസൺ പറഞ്ഞത് അവനെ കൊന്നുകളയാനാണ്. എന്നാൽ ജോർജ് ഹോഗന് ആനയെ കൊന്നുകളയാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആനയെ ജീവനോടെ പിടിക്കുവാനായിരുന്നു അയാൾക്കിഷ്ടം. ഈ ഗദ്ദ എന്ന സംവിധാനം വരുന്നതിന് മുന്നേ പ്രാചീനമായി കിടങ്ങുകളും മറ്റും ഉണ്ടാക്കിയാണ് ആനകളെ പിടിച്ചുകൊണ്ടിരുന്നത്. അതായത് ആനവാരികൾ ഒരുക്കി. അതുപോലെ അങ്ങിങ്ങായി 2-3 ആനവാരികൾ ഒരുക്കി ആനയെ അതിലേക്ക് വീഴ്ത്തി അവനെ പിടികൂടാമെന്നായിരുന്നു ജോർജ് ഹോഗൻസ് ആദ്യം തീരുമാനിച്ചത്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അയാൾ ആന വരാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം 2-3 കിടങ്ങുകൾ അയാൾ കുഴിച്ചു. ആനയുടെ കണ്ണിൽ നിന്ന് മറയ്ക്കപ്പെട്ട രീതിയിൽ അയാൾ ചുള്ളിക്കമ്പുകളും ഇലകളും വെച്ച് ആ കുഴികളെല്ലാം മറച്ചു വെച്ചു. അതിനുശേഷം ഏകദേശം 2-3 ദിവസം അവിടെ അയാൾ സ്പെൻഡ് ചെയ്തു. എന്നിട്ടും ആന അയാൾ കുഴിച്ച കുഴികളിലൊന്നും വീണില്ല. അതിന് അവിടുത്തെ ആളുകൾ പറയുന്നത് അവൻ സാധാരണ ആനയല്ല എന്നും അവന് മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെയാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. പക്ഷേ എൻ്റെ വിശ്വാസം ഇതാണ്, ഞങ്ങൾ കിടങ്ങളും മറ്റും കുഴിക്കുന്നത് അവൻ എവിടെ നിന്നെങ്കിലും നോക്കിക്കണ്ടിരിക്കാം. കാറ്റ് അവൻ അനുകൂലമായതുകൊണ്ടായിരിക്കാം അവൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് മനസ്സിലാകാതിരുന്നത്. എന്നിരുന്നാലും ആ കിടങ്ങുകൾ അങ്ങനെ അവിടെ തന്നെ അവശേഷിക്കട്ടെ എന്നും എന്നെങ്കിലും ആ കിടങ്ങുകളിൽ അവൻ വന്ന് വീഴും എന്ന പ്രതീക്ഷയോടെ അയാൾ ആ കിടങ്ങുകൾ അവിടെ ഉപേക്ഷിച്ചു. പിന്നെ മറ്റ് പദ്ധതികൾ അയാൾ തയ്യാറാക്കുകയായിരുന്നു. ആനയെ തിരഞ്ഞ് അയാൾ മണിക്കൂറുകളോളം ആ വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും അവനെ തിരഞ്ഞ് അലഞ്ഞു നടക്കുകയും ചെയ്തു. എന്നാൽ ആനയെപ്പറ്റിയുള്ള യാതൊരു വിവരവും അയാൾക്ക് ലഭിച്ചില്ല. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കൂടി അയാൾക്ക് നഷ്ടമായി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഒരാൾ ആനയുടെ കാൽപ്പാടുകൾ കണ്ടു എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് അയാളെ കൊണ്ടുപോയി. അതായത് ജോർജ് ഹോഗനെ കൊണ്ടുപോയി. ജോർജ് ഹോഗൻ സ്ഥലത്ത് എത്തുകയും ആ കാലടയാളങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. അതിൽ നിന്നും കൃത്യമായി അയാൾക്കൊരു കാര്യം മനസ്സിലായി. ഈ കാൽപ്പാടുകൾ ഇവിടെ പതിഞ്ഞിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാൽപ്പാടുകൾ പിന്തുടർന്ന് പോകുകയാണെങ്കിൽ ഉറപ്പായും ആ കൊമ്പൻ്റെ വാസസ്ഥലത്തെത്താൻ കഴിയുമെന്നും അതിനെ കൊല്ലാൻ കഴിയുമെന്നും അയാൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അയാൾ ആ കാൽപ്പാടുകളെ പിന്തുടർന്ന് വീണ്ടും വനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. എന്നും സംഭവിക്കുന്നത് പോലെ തന്നെയാണ് അന്നും അവിടെ സംഭവിച്ചത്. മണിക്കൂറോളം അയാൾ ആ കാൽപ്പാടുകളെ പിന്തുടർന്ന് പോയിയെങ്കിലും ആനയുടെ ആ ട്രാക്കുണ്ടല്ലോ, അത് ഏകദേശം 1.5-2 മൈലുകൾ ചുറ്റിക്കറങ്ങി അത് എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ വന്ന് അവസാനിക്കുന്നതാണ് അയാൾക്ക് കാണുവാൻ കഴിഞ്ഞത്. ഇത് ജോർജ് ഹോഗൻസിനെ വല്ലാതെ അമ്പരപ്പിച്ചു കഴിഞ്ഞു. ആ ആനയുടെ ബുദ്ധിശക്തിയാണ് ഇതിൽ നിന്നും പ്രകടമായി കാണാൻ കഴിയുന്നതെന്ന് അയാൾ പറഞ്ഞു. ഇവനെ പിടികൂടുവാൻ ഇനിയും യാതൊരു വഴിയില്ല എന്നും ഗദ്ദയ്ക്ക് സമീപം എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് മാത്രമേ അവനെ കൊല്ലാൻ കഴിയുകയുള്ളൂ എന്നും അയാൾ ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അയാളുടെ ക്യാമ്പുണ്ടല്ലോ, ഇപ്പോൾ അയാൾ താമസിക്കുന്ന ആ ടെൻറ്റ്, അത് ഗദ്ദയ്ക്ക് സമീപത്തേക്ക് കുറച്ചുകൂടി മുന്നിലേക്ക് കൊണ്ട് സ്ഥാപിച്ചു. അവിടെ ഇരുന്നാൽ ഗദ്ദയ്ക്ക് സമീപത്ത് വരുന്ന കാഴ്ചകളെല്ലാം വ്യക്തമായി തന്നെ അയാൾക്ക് കാണാൻ കഴിയും. അങ്ങനെ വീണ്ടും 2-3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞു പോയി. അവിടെ ഉണ്ടായിരുന്ന ഒരു കാവൽക്കാരൻ പറഞ്ഞത് പ്രകാരം ദിവസവും ഈ ആന ഇവിടേക്ക് വരാറുണ്ടെന്നാണ്. എന്നാൽ അവനിപ്പോൾ തികഞ്ഞ ശാന്തനാണ്. അതുകൊണ്ടാണ് അവൻ്റെ സാന്നിധ്യം ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. എന്നിരുന്നാലും പിറ്റേ ദിവസം ഞാൻ ആ ഗദ്ദയ്ക്ക് ചുറ്റും പരിശോധിച്ചു. അയാൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ഗദ്ദയ്ക്ക് സമീപത്ത് നിന്നും ആനയുടെ കാലടയാളങ്ങൾ ഞാൻ കണ്ടെത്തി. അവനിപ്പോൾ തികഞ്ഞ ശാന്തതയിലാണ്. ആ 2 കൊലപാതകങ്ങൾക്ക് ശേഷവും അവൻ പിന്നീട് മനുഷ്യർക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയിട്ടില്ല. എൻ്റെ പരിശോധനയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്
കാവൽക്കാർ കടന്നിരുന്ന ടെൻറ്റിന് സമീപത്തേക്കും അവൻ പോയിരുന്നു തലേ ദിവസം. പക്ഷേ ആ ടെൻറ്റിൽ കടന്നുറങ്ങിയ ആളുകളെ അവനൊന്നും ചെയ്തില്ല. അവൻ ചെയ്ത ആ 2 കൊലയ്ക്കും മറ്റേതോ കാരണങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കാം ആ 2 പേരെയും അവൻ കൊന്നത്. അന്ന് ഉച്ചയോടെ ഞാൻ വിൽസണിനെ കാണുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ ബംഗ്ലാവിലേക്ക് പോയി. ഞാൻ കാര്യങ്ങളെല്ലാം അയാളോട് പറഞ്ഞു. ഇത്രയും ദിവസം ഞാൻ അവന് വേണ്ടി കാത്തിരുന്നു. പക്ഷേ ഇതിനോടകം അവൻ 2 തവണയെങ്കിലും കുറഞ്ഞത് ആ ആനത്താവളത്തിലേക്ക് അല്ലെങ്കിൽ ആ ഗദ്ദയുടെ സമീപത്തേക്ക് അവൻ എത്തിയിരിക്കണം. പക്ഷേ അവൻ ആരെയും ആക്രമിച്ചിട്ടില്ല. എന്തിനേറെ പറയണം, കഴിഞ്ഞ രാത്രിയിൽ അവൻ കാവൽക്കാർ കടന്നുറങ്ങിയിരുന്ന ആ ടെൻറ്റിൻ്റെ സമീപത്തേക്കും പോയിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ അവനൊന്നും ചെയ്തിരുന്നില്ല. ഒരു പക്ഷേ അന്ന് നടത്തിയ ആ 2 കൊലപാതകങ്ങൾക്കും മറ്റെന്തെങ്കിലും കാരണമുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ മിസ്റ്റർ വിൽസൺ, എനിക്ക് ഇവനെ കൊല്ലാൻ കഴിയില്ല. ഞാൻ ഈ മിഷനിൽ നിന്നും പിന്മാറുകയാണ്. ഇന്നത്തെ ഒരു ദിവസം കൂടി മാത്രമേ ഞാൻ ആ ക്യാമ്പിൽ കാണുകയുള്ളൂ. നാളെ ഞാൻ തിരിച്ച് എൻ്റെ ഊട്ടിയിലെ ഗസ്റ്റ് ഹൗസിലേക്ക് പോവുകയാണ്. ഇത്രയും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. പക്ഷേ എങ്കിലും ആ ആനയെ നേരിട്ട് കാണുവാൻ അദ്ദേഹത്തിന് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. അന്നത്തെ രാത്രിയിൽ അദ്ദേഹം ക്യാമ്പിൽ ഉറങ്ങാതെ ഒരു റാന്തലിൻ്റെ വെളിച്ചത്തിൽ കാത്തു നിന്നു. കാവൽക്കാർ പറഞ്ഞത് പ്രകാരം സ്ഥിരമായി ആന അവിടെ വരാറുണ്ടെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ആനയെ നേരിട്ടൊന്ന് കാണണം. അങ്ങനെ അർദ്ധരാത്രി കഴിഞ്ഞ് കാണണം. ചെറിയൊരു ശബ്ദം മാത്രമാണ് ഹോഗൻസ് കേട്ടത്. എങ്കിലും ഒരു ധൈര്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ റൈഫിൾ അദ്ദേഹം കയ്യിലെടുത്തിരുന്നു. പതിയെ അദ്ദേഹം റാന്തലിൻ്റെ വെളിച്ചം കുറച്ചു. ക്യാമ്പിന് പുറത്തേക്ക്, അതായത് അദ്ദേഹം കിടന്നുറങ്ങിയ ടെൻറ്റിന് പുറത്തേക്ക് അയാൾ ഇറങ്ങി. തൻ്റെ കയ്യിൽ സേഫ്റ്റി ക്യാച്ച് റിമൂവ് ചെയ്ത റൈഫിലുണ്ട്. തന്നെ ആക്രമിക്കുകയാണെങ്കിൽ വെടിവെക്കാം എന്ന ഉദ്ദേശത്തിലായിരുന്നു അദ്ദേഹം തൻ്റെ റൈഫിൾ എടുത്തിരുന്നത്. പക്ഷേ അയാളുടെ ചങ്ക് കലക്കുന്ന കാഴ്ചയായിരുന്നു അദ്ദേഹത്തിന് അവിടെ കാണേണ്ടി വന്നത്. ആ ഗദ്ദയ്ക്ക് സമീപം വിഷം വെച്ച് നടക്കുന്ന ഒരു വലിയൊരു കൊമ്പൻ. അത്രയും കറുപ്പ് നിറമായിരുന്നു അവന്. നല്ല ഇരുട്ടിൽ അവനെ കാണുക എന്നത് അല്പം പ്രയാസമേറിയ കാര്യമാണ്. എങ്കിലും നിലാവിൻ്റെ വെളിച്ചത്തിൽ, മങ്ങിയ വെളിച്ചത്തിൽ അവ്യക്തമായെങ്കിലും എനിക്ക് അവനെ കാണുവാൻ കഴിഞ്ഞു. അവൻ ആ ഗദ്ദയിലേക്ക് ഉറ്റുനോക്കുകയാണ്. അവൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം അതിനുള്ളിൽ തളയ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നിരാശയോടെ, വിഷമത്തോടെ ആ കാഴ്ച കണ്ടതിന് ശേഷം അവൻ അവിടെ നിന്നും തിരികെ വീണ്ടും മടങ്ങി വനത്തിനുള്ളിലേക്ക് അപ്രത്യക്ഷമാകും. അതുമാത്രമാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരുവനെ കൊല്ലുവാൻ എനിക്ക് കഴിയില്ല. അവൻ നടത്തിയ ആ 2 കൊലപാതകവും പ്രതികാരപരമായ കൊലപാതകമായിരിക്കാം. ആ ചതപ്പിൽ വീണ് താന്നുപോയ ഒരു ആനക്കുട്ടിയുണ്ടല്ലോ, അതിൻ്റെ മരണത്തിനുള്ള പ്രതികാരം. ഞാൻ ഈ മിഷൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ ആനയെ കൊല്ലുവാൻ എനിക്ക് കഴിയില്ല. ഗദ്ദയിൽ നിന്നും തളയ്ക്കുന്ന ആനകളെ ഓരോന്നിനെയായും ആനത്താവളത്തിലേക്ക് മാറ്റുകയാണ്. പതിയെ പതിയെ ഈ ഗദ്ദയിൽ ആനകളില്ലാതെയാകും. അതോടെ ഇവൻ ഒറ്റയാനായി ഈ വനത്തിൽ തന്നെ അലഞ്ഞു നടക്കേണ്ടതായി വരും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കൂട്ടത്തിൽ പോയി ചേർന്നോളും. പിന്നീട് അവൻ ശാന്തനായിക്കോളും എന്ന പ്രതീക്ഷയിൽ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു കഥയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.